ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ഇന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ന് ഡേ 27 ഓൾറെഡി 26 ദിവസങ്ങളായിട്ട് നമ്മൾ ഏകദേശം ഒരു 10-30ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 27ാമത്തെ ദിവസം നമ്മൾ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. ടെലഗ്രാമിൽ ഓൾറെഡി ഞാൻ ഇന്നലെ ടൈം ടേബിൾ ഇട്ടിരുന്നു. അതിൻ്റെ PDF-ഉം ക്ലാസ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവർ ക്ലാസ് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അല്ലാതെ നിങ്ങളത് എക്സാം മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും അതൊരു യൂസ്ഫുൾ ആവില്ല. ക്ലാസ് കണ്ട് അതിൽ നിന്ന് റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 22ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്നും ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 78, 75, 1976 ഉണ്ട്, 1977 ഉണ്ട്. ഏതാണ് വർഷം എന്ന് പറയുന്നത്? ഉണ്ടോ? 1976 നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഇങ്ങനെ ഒന്ന് തന്നിട്ടുണ്ടാകും. ഇത് ശരിക്കും പിള്ളേർക്ക് പഠിക്കാനുള്ളതല്ല, അവർക്ക് ജസ്റ്റ് ഒരു എക്സ്ട്രാ റീഡിങ് എന്ന രീതിയിൽ തരുന്നതാണ്. അതിൽ നിന്നാണ് നമ്മുടെ PSCക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കയറി വരുന്നൊരു ടോപ്പിക്കായിരിക്കും ഈ തന്നിരിക്കുന്നത്. അത് ഇങ്ങനത്തെ ബോക്സ് ഉള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വളരെയധികം കയറി ചോദിക്കും. അപ്പം നമുക്കിവിടെ നോക്കാം ഇവിടെ എന്താണെന്നുള്ളത്. ഇവിടെ ഈ ഒരു വർഷം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ PSC ആണ്, അവർക്ക് നമ്മളെ ഒന്ന് ക്വസ്റ്റ്യൻ ടൈറ്റ് ആക്കാനായിട്ട് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരേണ്ടത്? 1976 നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർഷം ഏതാണ്? ഓപ്ഷൻ സി 1976 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. മെസപ്പട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെസപ്പട്ടോമിയൻ, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ഈജിപ്ത്, ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എവിടെയാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പട്ടോമിക്കർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പെട്ടിയിൽ ചെമ്പാണി തറച്ചത്. ഇവിടെ നമുക്ക് വേണ്ടത് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ എവിടെയാണ്? ഇന്നത്തെ ഇറാഖിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരേണ്ടതെന്ന് അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് എന്ത്? മെസപ്പട്ടോമിയ അല്ലെ. ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? 2 നദികൾക്കിടയിലെ പ്രദേശം. ഇത് നമ്മൾ 6ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ മെസപ്പട്ടോമിയൻ അല്ലെ, സിന്ധു നദിയുടെ സംസ്കാരം, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാൻ, നൈലാണെങ്കിൽ ഈജിപ്ത് ആണെന്നൊക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ്? ഇന്നത്തെ ഇറാഖ് ആണ്. 1820 ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ട വ്യക്തി ആരാണ്? 1820 ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം ആരാണ്? അത് JN മക്ആദം ആണ്. JL മക്ആദം. കണ്ടോ, മക്ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. JL മക്ആദം 1820 സ്കോട്ടിഷ് എഞ്ചിനീയർ ആയ JL മക്ആദം ആണ് എന്ത് പറയുന്നത്? ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം, കരിങ്കൽ കഷ്ണങ്ങളൊക്കെ നിരത്തിയിട്ട് റോഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിന്. ഇത്തരം റോഡുകളെ അറിയപ്പെടുന്ന പേരാണെന്ത്? മക്ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. JN ആണ്, L ആണ്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ലോകത്തിൽ 2ാമത്തെ വലുത്? അത് ഓപ്ഷൻ ബി നമ്മുടെ ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ കണ്ടോ, ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കണ്ടോ, സുവർണ ചതുഷ്കോണത്തിൽ ഉൾപ്പെടാത്ത നഗരം ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ PSCക്ക് കയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സുവർണ ചതുഷ്കോണത്തിൽ ഉൾപ്പെടാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്. ഏതായിരിക്കും ഉൾപ്പെടാത്തത്? ഉണ്ടോ, ഇതിനെയാണ് നമ്മൾ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഏതൊക്കെയുണ്ട്? ഡൽഹിയുണ്ട്, കൊൽക്കത്തയുണ്ട്, മുംബൈയുണ്ട്, ചെന്നൈയുണ്ട് എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയുമാണ്. ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അഥവാ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്? 12 സംസ്ഥാനങ്ങളാണ്. ഡൽഹിയുണ്ട്, കൊൽക്കത്തയുണ്ട്, ചെന്നൈയുണ്ട്, മുംബൈയുണ്ട്. ഓക്കെ, അങ്ങനെ 12 സ്ഥലങ്ങളിലൂടെ 12 സംസ്ഥാനങ്ങളെ കവർ ചെയ്യുന്നതാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇവിടെ ഹൈദരാബാദാണ്. പകരം എന്തായിരുന്നു വരേണ്ടത്? മുംബൈ. ഓക്കെ, അപ്പൊ ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ ഇത് 4മാണ് എന്തായിട്ട് വരേണ്ടത്? നമ്മുടെ
നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇതും കൂടി ഉണ്ട് കേട്ടോ, വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് അപ്പൊ അത് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ആരംഭിച്ച വർഷം ഇന്ത്യയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട്. നോക്കാം നമുക്ക്. കണ്ടോ, 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽ പാത ലോകത്തിലേക്ക്. ഓക്കെ, ജോർജ് സ്റ്റീവൻസൺ നിർമ്മിച്ച സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇനി ഇന്ത്യയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. ബോംബെ ടു താനെ 1853. അപ്പൊ വർഷം 1853. റെയിൽ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടനിലാണെന്ന് പറയുന്നുണ്ട്. 1825 ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ജോർജ് സ്റ്റീവൻസൺ ആണ്. ലോകത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത് 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടണും ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. നമുക്ക് നോക്കാം. ഏത് പ്രായക്കാർക്കും ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് വേണ്ട ടോപ്പിക്ക് പറഞ്ഞു തരാം. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്യുന്നത്. 1825 ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അതല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. 1825 ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി ബ്രിട്ടനാണ്. അപ്പൊ ബ്രിട്ടനാണെന്ന് മനസ്സിലായി. അതിനു മുമ്പ് പറയുന്നുണ്ട് എന്താണ്, ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഏതാണ് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? സ്റ്റോക്ടണും അതേപോലെ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ തമ്മിലാണ്. അപ്പൊ ഇവിടെ എല്ലാ പ്രസ്താവനകളും ഇവിടെ എന്താണ്, ശരിയാണ് വരേണ്ടത്. എല്ലാ പ്രസ്താവനകളും ശരി. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എവിടെയാണെന്ന്. എവിടെ മുതലെയാണ്? ബോംബെ ടു പൂനെ. ഏതാണ്? ബോംബെ ടു താനെയാണ് അല്ലേ. മുംബൈ ടു താനെ, ഇന്നത്തെ മുംബൈ മുതൽ താനെ വരെയാണ് ആദ്യത്തെ റെയിൽ പാത. 1853 വർഷം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ബോംബെ മുതൽ താനെ വരെ 1853. കേരളത്തിലാണെങ്കിൽ എന്നാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. വർഷം പഠിച്ചു വെക്കണം. ശരിയായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആരംഭിച്ചത് 1861. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കൊല്ലം ടു കോട്ടപ്പുറം ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണല്ലേ. അപ്പൊ ഇത് തെറ്റാണ്. 1 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കണ്ടോ, കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861. ഇന്ത്യ ആണെങ്കിൽ അത് 1853. മുംബൈ ടു താനെയാണ്. കിഴക്കിന്റെ വെന്നീസ്. ഏതാണ് കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്നത്? ആലപ്പുഴ ജില്ലയാണ് അല്ലെ കിഴക്കിന്റെ വെന്നീസ്. കണ്ടോ, കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. ഈ കനാലിനെ പറ്റി രണ്ടിനെ പറ്റിയും നമുക്ക് വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ പഠിക്കാം. ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ച ജനത. ആദ്യമായി എഴുത്തുവിദ്യ ആരാണ്? ചൈന, ഈജിപ്ത്, ഇറാൻ, സുമേറിയ. ആരാണ്? സുമേറിയക്കാരാണ്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ഇതെല്ലാം നമ്മൾ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ട, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത്. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. അവരുടെ ലിപിയാണ് എന്ത്? ക്യൂണിഫോം ലിപി. അതേപോലെ തന്നെ കളിമൺ ഫലകങ്ങളിലാണ്. ഈജിപ്തിലാണെങ്കിൽ എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. സുമേറിയക്കാരുടേതാണ് ക്യൂണിഫോം ലിപി. ഈജിപ്ത് ആണെങ്കിൽ എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ? പാർവതി പുത്തനാർ ഏതൊക്കെ തമ്മിലാണ്? വേളിയെയും അതേപോലെ തന്നെ കഠിനംകുളം. പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി മുതൽ കഠിനംകുളം കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. വേളി ടു കഠിനംകുളമാണ്. പാർവതി പുത്തനാറാണ് തിരുവനന്തപുരം ജില്ല. വേളി ടു കഠിനംകുളം. അക്കൂട്ടത്തിൽ പഠിച്ചു വെക്കുക കനോലി കനാല്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന HV കനോലി. നമ്മൾ കനോലി പ്ലോട്ട്, നിലമ്പൂര്, തേക്കിൻതോപ്പൊക്കെ പഠിക്കുന്നുണ്ട്. 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ. എവിടെ മുതൽ എവിടം വരെയാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാല് വരുന്നത്. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങളിൽ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ HV കനോലിയാണ്. അത് എവിടെ? 1845 വടക്ക് തെക്ക് ഇടനാഴി എന്ന തെക്കാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെ കണ്ടോ, വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദർ. അതും കൂടി നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണേ. കിഴക്ക് പടിഞ്ഞാറ് എന്താണ്? സിൽച്ചാർ. സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടാണ്. പോർബന്ദർ.
വടക്ക് തെക്കാണെങ്കിൽ എന്താണ്? ശ്രീനഗറിനെ കന്യാകുമാരി ആയിട്ടാണ്. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്? ദേശീയ ജലപാത 3 ഏതാണ്? കൊല്ലം ടു കോട്ടപ്പുറമാണ്. ഓപ്ഷൻ ബി കൊല്ലം ടു കോട്ടപ്പുറം. ഉണ്ടോ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന 2 ഉൾനാടൻ ജലഗതാഗതം. ഇവിടെ മുതലാണ്? കോഴിക്കോട് ടു കൊടുങ്ങല്ലൂരാണ് കനോലി കനാൽ. കൊല്ലം ടു കോട്ടപ്പുറം ഇപ്പൊ ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ആകാശയാത്രയ്ക്ക് തുടക്കമിട്ട വർഷം എന്ന് പറയുന്നത് 1783 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റുള്ളൂ. വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരനായ ഓർവിൽ റൈറ്റും വിൽമർ റൈറ്റും എന്നിവരാണ്. നമ്മൾ പറയുന്നല്ലേ, ആദ്യമായി എയറോപ്ലെയിൻ കണ്ടുപിടിച്ചത് ആരാണ്? റൈറ്റ് ബ്രദേഴ്സ് ആണ്. അവരെയാണ് പേര് ഓർവിൽ റൈറ്റും വിൽമർ റൈറ്റുമാണ്. അവർ നിർമ്മിച്ച ആദ്യ വിമാനത്തിന്റെ പേരെന്ന് പറയുന്നത് ഫ്ലയർ 2 ആണ്. 1803 ഡിസംബർ 17 അമേരിക്കയിലെ നോർത്ത് കനോലിയിൽ നിന്നാണ് ഫ്ലയർ നോർത്ത് കനോലി അല്ല ട്ടാ കരോലിൻ ഫ്ലയർ 1 എന്ന പറന്നുയർന്നത്. അപ്പൊ ഇവിടെ എന്താണ്? വർഷമാണ് ഇവിടെ തെറ്റ്. ഇതാണ് നമ്മുടെ തെറ്റെന്ന് പറയുന്നത്. 1803 അല്ല. ഏതാണ് വർഷം? കിടക്കുന്നു 1903 1903 അപ്പൊ ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് ഈ പ്രസ്താവനയാണ്. ബാക്കി എല്ലാം ശരിയാണ്. 1903 നമുക്കിതേ നോക്കാം. കണ്ടോ, 1783 ഉണ്ടായ സംഭവമാണ് ആകാശയാത്രകൾക്ക് തുടക്കം കുറിച്ചത്. നമ്മൾ ആ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രക്ക് ആദ്യമായി ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അല്ലെ, വാതകങ്ങൾ ഉപയോഗിച്ചുള്ള ആകാശ കപ്പലുകളൊക്കെ നിർമ്മിക്കുന്നതും അവ എന്താണ് പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന പാരച്യൂട്ടുകളും ഒക്കെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ്. വിൽബർ റൈറ്റ്, ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ആ പേരൊന്ന് പഠിച്ചു വെക്കണേ. ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ്, റൈറ്റ് ബ്രദേഴ്സ്. അവർ നിർമ്മിച്ച വിമാനമാണ് എന്ത്? ഫ്ലയർ 1. അതെന്താണ്? നോർത്ത് കരോലിനയിൽ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്? ഫ്ലയർ 1 എന്ന വിമാനം പറന്നുയരുന്നത്. ആ വിമാനത്തിന്റെ പേരും കൂടി പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 1903 ഡിസംബർ 17 ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ വ്യോമഗതാഗതം വരുന്നത് കണ്ടോ, 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം. എന്നാണ്? 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടൊരു വിമാനം പറന്നതോടുകൂടി ആണ് വ്യോമഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഏത് വർഷമാണ്? 1911. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം അതെവിടെയാണ്? ആദ്യത്തെ വിമാനത്താവളം ജുഹു ആണ്. ജുഹു കണ്ടോ, ഇവിടെ കിടപ്പുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹു ആണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ എന്ന് മാറിയിരിക്കുന്നു. നമുക്ക് അതിനു മുമ്പ് പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ഇത്? ടാറ്റ എയർലൈൻസ് എന്ന് പറയുന്നത്. 1932 കറാച്ചി മുതൽ മുംബൈ വരെയാണ് അവരുടെ ആദ്യ സർവീസ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ഏതാണ്? അത് വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. ശരിയായ പ്രസ്താവന. ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. നമ്മൾ പറഞ്ഞല്ലേ, ശരിയാണ്. സുമേറിയ വികസിപ്പിച്ചെടുത്തതാണ് ക്യൂണിഫോം ലിപി, അതും ശരിയാണ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്, അതും ശരിയാണ്. സോ ഇവിടെ എന്താണ് പ്രസ്താവന? എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. തെറ്റായ പ്രസ്താവന. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ആണ്. ഇത് ശരിയാണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത്, അതും ശരിയാണ്. ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ട് വരേണ്ടത്. ഇത് നോക്കിക്കേ, അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരനാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രം എന്തായിരുന്നു? മരക്കട്ടകളായിരുന്നു. ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ഗുട്ടൻബർഗ് ആണ്. അച്ചടിയുടെ വരവോടി കൂടിയാണ് ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇതാണ് ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം. ഇതാണ് നമ്മുടെ ഗുട്ടൻബർഗ്. സംക്ഷേപ വേദാർത്ഥം പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനത്തെ പറയുന്ന പേരാണെന്ത്? ഇ കൊമേഴ്സ് അല്ലെ? ഇ കൊമേഴ്സ്. നോക്കിക്കേ, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനെയാണ്.
വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്ന സംവിധാനമാണ് ടെലിമെഡിസിൻ. ഇതും എന്താണ്? PYQ ആണ്. ഈ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 22 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു ഡെയിലി ബൂസ്റ്ററും നമ്മുടെ ക്ലാസ്സുകളും അതേപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്